पति ब्रह्मचारी। ഇത് മനുഷ്യനാണോ അത് കാന്തമാണോ? വിട്ടുപോകാൻ ശ്രമിക്കുന്നവർ ഒട്ടി ഒട്ടി വരുവാണല്ലോ. പക്ഷെ ഞാൻ ഒട്ടി പിടിക്കില്ല. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിന്നെ എന്നേക്കുമായി നിന്റെ അച്ഛൻ നിന്നൊരു മുറിയിൽ അടച്ചു. അതെ അതെ, ശരി, ആയിക്കോട്ടെ. ഭഗവാന്റെ ഇഷ്ടം, അല്ലാതെ എന്ത് പറയാനാ. അതെ, നമുക്ക് നാളെ തന്നെ കണ്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. പിന്നെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നാളത്തെ ദിവസം തന്നെ കുട്ടികളുടെ മോതിരമാറ്റം അങ്ങ് നടത്താം. അതെ അതെ, എന്നാ ശരി, വെക്കട്ടെ. അമ്മേ, പയ്യൻ എത്ര വരെ പഠിച്ചു? പാക്കേജ് എത്രയുണ്ട്? ഏത് ഫോണാ കയ്യിലുള്ളത്? പയ്യൻ നല്ല സ്വഭാവക്കാരനോ അല്ലയോ? അച്ഛനമ്മമാരെയൊക്കെ ബഹുമാനിക്കുന്നവനാണല്ലോ. അമ്മേമ്മേ, കല്യാണത്തിന് ഒരുപാട് ചെലവൊന്നും വരത്തില്ലല്ലോ? എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. നിങ്ങളുടെയൊക്കെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തരാം. പയ്യനെ MA പാസ്സായവനാ. 90,000 രൂപയായി ഇപ്പൊ ശമ്പളം വാങ്ങുന്നേ. പിന്നെ അവന്റെ കയ്യിൽ 2 ഫോണുകളാ ഉള്ളത്. പിന്നെ സംശയം വേണ്ട, നല്ല സംസ്കാരമുള്ള പയ്യനാ. അത് മതി. പിന്നെ അവസാനായിട്ട് നീയും കൂടെ കേട്ടോ. അറിയാലോ, നെയ്യില്ലാതെ വിളമ്പുന്ന സദ്യ സദ്യ ആവില്ല. ഇവിടെ നിന്റെ നാത്തുവിന്റെ കല്യാണ കാര്യം നമ്മൾ ഇവിടെ സംസാരിക്കുന്നേ. ഇതിനിടെ കയറി നീ വല്ല കുരുത്തക്കേടും പറഞ്ഞ നിന്റെ തോലുരിച്ച് ഞാൻ വെയിലിട്ടിട്ടുണ്ട്. ഞാൻ കാണാതെ ഒളിപ്പിച്ചു വെച്ചേക്കുമായിരുന്നോ? എവിടെ നാടി ഇത്രയും പൈസ? ഇത് വെച്ചോ, ഞാൻ പുറത്തുനിന്നുള്ള ആളൊന്നുമല്ല. ഭഗവാൻ രക്ഷിച്ചു. റേഷൻ കടയുടെ ചെലവും ഇലക്ട്രിക് ബില്ലും കൂടെ കഴിഞ്ഞാ കുറച്ച് പൈസ ബാക്കിയുണ്ടാവും. അതുകൊണ്ട് പയ്യൻ വീട്ടുകാരുടെ മുമ്പിൽ നാണം കെടാതെ നിക്കാം, അല്ലേടി? അമ്മേ, നാളെ അവര് വരുന്ന സമയത്ത് ചിറ്റപ്പനോടോടെ നിക്കരുത്, എങ്ങോട്ടേലൊന്ന് മാറി നിക്കാൻ അമ്മ പറഞ്ഞേക്കണേ. നിനക്ക് എന്തായാലും തലയ്ക്കുമല്ലോ വട്ടുണ്ടോ? ദേ, ഒരു കാര്യം മനസ്സിലാക്കിയോ, മുതിർന്നവരുടെ അനുഗ്രഹം ഇല്ലാതെ ഒരു ബന്ധവും പച്ച പിടിക്കാൻ പോകുന്നില്ല. മാത്രമല്ല റിയ, അച്ഛൻ എപ്പോഴും നിന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്നത്. ആവൂ എന്റെ ഭഗവാനെ. ഞാൻ നിങ്ങളെ ഇപ്പോ ഈ നിമിഷം തന്നെ 4 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യാം. പിന്നെ ഈ 4 ദിവസത്തെ ശമ്പളവും നിങ്ങൾക്ക് കിട്ടില്ല. ആ ഗുഡിയ പെണ്ണിന്റെ അഹങ്കാരം കാരണം 4 ദിവസം ജോലിയില്ലാതെ വീട്ടിൽ ഇരിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ മുതലാളിയോട് പറഞ്ഞ് 1 മാസത്തെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് വാങ്ങാമായിരുന്നു. നാശം പിടിച്ചവള്. അവളെ കെട്ടാൻ പോകുന്ന ആരാണെങ്കിലും അവന്റെ കാര്യം കട്ട പുക തന്നെ ആയിരിക്കും. നാശം പിടിച്ച സന്തതി. എന്റെ പാദസരം, അയ്യോ, അത് എവിടെ പോയി?
പാദസരം എവിടെ പോയി? മുത്തശ്ശി അതിപ്പോ ഇവിടെ എവിടെയെങ്കിലും കാണാം. പ്രായമായ പെൺകുട്ടിയുടെ പാദസരം എങ്ങനെ കളഞ്ഞു പോയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അയ്യോ അല്ല മുത്തശ്ശി, അങ്ങനൊന്നും അല്ല. തർക്കുത്തരം പറയാ നീ എന്നോട്? നീ പറയുന്ന വാക്കിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടെങ്കിലുണ്ടല്ലോ, കളഞ്ഞുപോയ പാദസരം 1 മണിക്കൂറിനുള്ളിൽ കിട്ടും, നോക്കിക്കോ. അല്ലെങ്കിൽ ഞാനിത് നിന്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. പിന്നെ അറിയാലോ, നീയായി നിന്റെ അച്ഛനായി. ശ്ശേ, എവിടെ പോയി? നാളെ അങ്ങോട്ട് പോകുമ്പോൾ കൊടുത്തേക്കാം. ശ്ശേ, ഇത് എവിടെ പോയി കിടക്കുക? ഇനിയിപ്പോ പുറത്തെങ്ങാനും. ആ മഞ്ഞ ബെഡ്ഷീറ്റ് എവിടെയാ വെച്ച്? ഈ അമ്മയാണെങ്കിൽ എപ്പോ നോക്കിയാലും അത് ചെയ്യുന്നു പറഞ്ഞ് പണി നീ തന്നോണ്ടിരിക്കും. മോളിൽ നോക്ക്. മുറുക്കി പിടിച്ചോണേ. ആ പിടിക്കാന്നേ. പ്രിയ ദാ ഇവിടെയുണ്ട്. ഇനി ശരിക്കും അത് കിട്ടാതിരുന്നാലോ? അതിന് കിട്ടുമെന്ന് തോന്നുന്നില്ല. എനിക്കിതെല്ലാം ഗുലാബിനോട് പറയേണ്ടി വരുമെന്നാ തോന്നുന്നത്. ഈ പാദസരം ഇല്ലെങ്കിൽ പിന്നെ കേക്കണ്ടല്ലോ നിന്റെ ചിൽച്ച്. അയ്യോ ഒന്ന് വേഗം ഫോൺ എടുത്തേ. ഈ ചെറുക്കൻ എന്താ ഫോൺ എടുക്കാത്തെ? ഹലോ ഹലോ, അതെ എന്റെ പാദസരം എവിടെയോ കളഞ്ഞു പോയി. ഞാൻ വണ്ടിയിലിരുന്നപ്പോ അവിടെ തന്നെ ഉണ്ടായിരുന്നു, പിന്നെ കാണുന്നില്ല. നീ കണ്ടായിരുന്നോ? അത് ഞാൻ തീയിലിട്ടിരിക്കാം. What? ഒരു പെൺകുട്ടിയുടെ പാദസരത്തിന് വരെ നിന്റെ ബ്രഹ്മചര്യത്തിന് ദഹിപ്പിക്കാൻ പറ്റുമോ? നീ എന്നെ എത്ര വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടിട്ടിരിക്കുന്നെന്ന് അറിയോ? നീ കരുണയില്ലാത്ത ബ്രഹ്മചാരിയാ. ഒരു പെൺകുട്ടിയുടെ വിഷമം പോലും മനസ്സിലാവില്ല. ഇത് തന്നെയാ നല്ലത്. അത് ഇവിടെ തന്നെ കിടക്കട്ടെ. അയ്യോ, മുത്തശ്ശി എങ്ങനെ അച്ഛനോട് പറഞ്ഞ ഞാൻ ഇനി എന്ത് ചെയ്യും? അതിനു മുമ്പ് അച്ഛനോടുള്ള കാര്യം പറയുന്നതാ നല്ലത്. ആ ഭീകരനായ ബ്രഹ്മചാരി എല്ലാം എടുത്തെന്ന്. പക്ഷേ അച്ഛൻ എന്നെ വിശ്വസിച്ചില്ലെങ്കിലോ? എന്തൊരു പുലിവാല ഞാൻ പിടിച്ചേ. ഞാൻ ഇനി എന്ത് ചെയ്യും? അയ്യോ എന്താ
ഇത് ആരുടെ പാദസരമായിരിക്കും? ആ, ഇത് ശരിക്കും സെയിം ടു സെയിം ആണല്ലോ. നീ പാദസരത്തിന് വേണ്ടി വിഷമിക്കായിരുന്നില്ലേ? ഞാൻ നിനക്ക് വേണ്ടി നിന്റെ മെസ്സേജ് ഞാൻ ഫോണിൽ കണ്ടതേ ഉള്ളൂ. അപ്പൊ തന്നെ ചെന്ന് എന്റെ ഫ്രണ്ടിന്റെ കട തുറപ്പിച്ചു. എന്നിട്ട് ഇത് തപ്പി എടുത്തോണ്ട് വന്നതാ. ഒരു നിഴൽ പോലെ എപ്പോഴും കൂടെ കാണും. നീ വീണ്ടും കള്ളം പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതിരിക്കാൻ. റോഹൻ, ഇതെല്ലാം ഓക്കെ, പക്ഷെ നീ ഇതുവരെ വരണ്ടായിരുന്നു. നോക്ക്, എനിക്ക് ഇനി അച്ഛനോട് കള്ളം പറയാൻ പറ്റില്ല. അതിനിപ്പോ നമ്മുടെ ബന്ധത്തെ കുറിച്ചായാലും ശരി. എന്നെ കൂടാതെ 2 മിനിറ്റ് പോലും എനിക്ക് ഇരിക്കാൻ പറ്റില്ലെന്ന് നിനക്കറിയാലോ. ആ നാശം പിടിച്ച ബോഡി ഗാർഡ് കാരണം നമ്മൾ കണ്ടിട്ട് ഇപ്പൊ തന്നെ 2 ദിവസമായി. ഈ 2 ദിവസം കൊണ്ട് ഒരു കാര്യം മനസ്സിലായി. ഇനി നമ്മൾ ഇങ്ങനെ വൈകിക്കാൻ പാടില്ല. ഞാൻ നാളെ തന്നെ എന്റെ അച്ഛനോടും അമ്മയോടും എല്ലാം പറയുമ്പോൾ നീയും അതുപോലെ ചെയ്യണം. ശരിക്കും? ശരി, നാളെ വൈകുന്നേരം അച്ഛൻ ഡൽഹിയിൽ നിന്ന് എത്തും. നാളെ വൈകിട്ട് പ്ലേ ഉള്ളതല്ലേ, എല്ലാം കഴിഞ്ഞ് അച്ഛൻ സ്വസ്ഥമായിരിക്കുന്ന സമയം ഞാൻ പറയും. ആ, എന്നാലേ നീ വേഗം പൊക്കോ. ആരെങ്കിലും കണ്ടാ പിന്നെ പ്രശ്നമാവും. പൊക്കോ പൊക്കോ. ഈ നേരത്തെ വീടിന് പുറത്ത് നീ എന്തെടുക്കാൻ പോയതാ? എന്താ ഇത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഇതെന്താണെന്ന്? പാദസരം. പാദസരം പുറത്തുനിന്ന് കിട്ടി. ഇത് നിനക്ക് വീടിന് പുറത്ത് കിടന്ന് കിട്ടിയതാണോ അതോ അവൻ എടുത്തോണ്ട് പോയതാണോ? അവന്റെ അടുത്ത് ചെന്നിട്ടാണല്ലോ ഈ വീടിന്റെ അന്തസ്സും അഭിമാനവും ഒക്കെ കളഞ്ഞു കുളിച്ചത്. അയ്യോ അല്ല മുത്തശ്ശി. മരിച്ചു മോളിൽ നിൽക്കുന്ന അമ്മയെ വിളിച്ച് സത്യം ചെയ്. അവളെയല്ലേ നീ നിന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത്. ഇത് നിനക്ക് ശരിക്കും വീട്ടിന് പുറത്തുനിന്ന് കിട്ടിയതാണോ? എന്താ മുത്തശ്ശി? ഒരു പാദസരത്തിന്റെ പേരും പറഞ്ഞ് ആ പാവത്തിനെ ഇങ്ങനെ പേടിപ്പിക്കണോ? മുത്തശ്ശി, അവള് നിങ്ങളുടെ പേരക്കുട്ടി തന്നെയല്ലേ? കൊച്ചുമോളാ മോനെ, നിന്നെ പോലെ കൊച്ചുമകനല്ല. നാട്ടുകാരെന്ന് പേടിയില്ലെങ്കിലും എനിക്കിവളുടെ വിധിയെക്കുറിച്ച് പേടിയുണ്ട്. കാരണം ഇവളും ഇവളുടെ ഓടിപ്പോയ തള്ളയെ പോലെ അതേ വഴി സ്വീകരിച്ചാലോ? രാമ 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 രാമ. ഞാൻ എല്ലാരും പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതെന്റെ മൂത്ത മോളാ അതിഥി. വളരെ നല്ല സ്വഭാവം. പിന്നെ ഇദ്ദേഹമാണ് ഞങ്ങളുടെ മരുമകൻ അനിൽജിത്ത്. വലിയൊരു ഇൻഷുറൻസ് കമ്പനിയിൽ വലിയ ഓഫീസറാ. അവനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും കുറവായിരിക്കും. ഞാൻ രാവും പകലും ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ കാര്യമാ, എന്റെ റിയമോൾക്കും കൂടി ഇതുപോലൊരു ഭർത്താവിനെ കിട്ടണോന്ന്. അല്ല, നിങ്ങൾ പലഹാരമൊന്നും എടുത്തില്ലല്ലോ. ഇതിവിടെ വലിയ ഫേമസാ. എടുക്കൂ, കഴിക്കൂ. ഏതുവരെ പഠിച്ചു മോളെ? അത് BA ഞാൻ പാസ്സായി. MA ചെയ്യാൻ തയ്യാറെടുത്തോണ്ടിരിക്കുക. പഠിത്തം മാത്രമല്ലാതെ വേറെന്തൊക്കെയാ ഹോബി? അത് പിന്നെ കുറച്ച് പെയിന്റിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ ഈ ഫാഷൻ ഡിസൈനിങ്ങിലൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. കുറച്ച് ഇൻട്രസ്റ്റോ? ഫാഷന്റെ കാര്യത്തിൽ ഇവൾക്ക് ഭ്രാന്ത. സകല കാര്യങ്ങളും അറിയാം. അളക്കല്, മുറിക്കല്, തുന്നല് എല്ലാം. അതെ, നമ്മുടെ മോന് ഒട്ടും മോശമല്ല കേട്ടോ. പലാസിയ സ്ക്വയർ സൂപ്പർ മാർക്കറ്റിലെ മാനേജറാണ് എന്റെ മകൻ. ഞങ്ങളുടെ വീട്ടിലെ ഏക ആൺതരിയാണ് ഇവൻ. പിന്നത്തെ കാര്യം ജീവിക്കാനുള്ള വകയുണ്ടെന്ന് വെച്ച് വെറുതെ തെണ്ടി തിരിഞ്ഞ് നടക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് മാത്രം അവൻ ജോലിക്ക് പോകുന്നത്. അല്ല, ഇപ്പോഴും നിങ്ങൾ മധുരമൊന്നും കഴിച്ചില്ലല്ലോ. അയ്യോ വേണ്ട കേട്ടാ, പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടേ ഞങ്ങൾ മധുരം എന്തെങ്കിലും കഴിക്കൂ. എന്നാൽ പറയൂ. നോക്കൂ, ഞങ്ങള് മെഴ്സിഡസോ BMW ഒന്നും അല്ല ചോദിക്കുന്നത് കേട്ടോ. ഒരു ബൈക്ക് കിട്ടിയാ മതി. അതും ഇവന്റെ നിശ്ചയത്തിന് വേണ്ടി മാത്രം. പിന്നെ എന്റെ മകൻ ബൈക്കിൽ ചെത്തി വരില്ലേ, അതിന്റെ പിറകിൽ നിങ്ങളുടെ മകൾ മഹാറാണിയെ പോലെ ഇരിക്കില്ലേ? ആ, നിങ്ങൾ പറയുന്നത് ശരി തന്നെ.
കുടുംബമായിട്ടുള്ള യാത്രകളൊക്കെ നല്ലതാ അല്ലേ? ബൈക്കിന്റെ കാര്യം ശ്രദ്ധിക്കുന്നതിൽ ചെറിയ വീഴ്ച വന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്റെ പെങ്ങളെ നന്നായി ശ്രദ്ധിച്ചോണം. അതിൽ ചെറിയൊരു വീഴ്ച വന്നാൽ പോലും ഞാൻ സഹിക്കില്ല. ഏട്ടാ എനിക്ക് ഈ കല്യാണത്തിന് സമ്മതം അമ്മേ. കലക്കിയല്ലോ. ഇനിയെങ്കിലും ഇത് വാങ്ങിക്കൂ ചേട്ടാ, മധുരം തുണയൂ. അനിയ നിങ്ങൾക്കൊന്നും നാണമില്ലേ? നിങ്ങൾ ചെറുക്കനെ കൊണ്ടുവന്നത് കെട്ടിക്കാനാണോ അത് വിൽക്കാനോ? വിലപേശി വിൽക്കാനാണെങ്കിൽ വല്ല മാർക്കറ്റിൽ കൊണ്ടുപോയി വെക്ക്. ഇത് കുറച്ച് മാന്യന്മാർ താമസിക്കുന്ന സ്ഥലവും മാന്യത ഉള്ളവരുടെ വീടുമാണ്. എന്താ ഇത്? നിങ്ങളൊക്കെ ശരിക്കും ഒരു കാര്യം മനസ്സിലാക്കണം. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റമാണ്. അമ്മേ, ഇത് സ്ത്രീധനമല്ല, ഗിഫ്റ്റാ. ഒരു ചേട്ടൻ സ്നേഹത്തോടെ അനീതിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ്. ഓ, കൊള്ളാം 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 കൊള്ളാം, ഗംഭീരം. നീ നാട്ടിലുള്ളവരുടെയൊക്കെ ചേട്ടനായിരിക്കും. ഈ നാട് മുഴുവൻ നിന്നെ സൂര്യചേട്ട എന്നല്ലേ വിളിക്കുന്നത്. പക്ഷെ ചേട്ടത്തി, ഈ ബൈക്ക് വല്ലതും നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ശരിക്കും ഉറപ്പുവരുത്തിക്കോ. ഇതിപ്പോ വാങ്ങിയത് കാശ് കൊടുത്തിട്ടാണോ അതോ കത്തി കാണിച്ചിട്ടാണോ എന്ന്. പിന്നെ നിന്റെ ആത്മാഭിമാനമൊക്കെ എവിടെ പോയി? ചെറുപ്പമാണ്, വിദ്യാഭ്യാസമുണ്ട്, നല്ല ശമ്പളം വാങ്ങുന്നുണ്ട്, എന്നിട്ടും പെണ്ണിന്റെ വീട്ടുപടിക്കൽ വന്ന് നിന്ന് പിച്ചതുണ്ട്. നാണമില്ലേ നിനക്ക്? നീ ഇവിടെ ഒന്ന് ഇരുന്നേ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവന്മാർക്ക് വീണ്ടും വേണം, വീണ്ടും വേണം. ആ ബൈക്കിന്റെ താക്കോൽ അവന് തന്നെ തിരിച്ചു കൊടുത്തേക്ക്. ഇനി അത് ചോദിക്കണ്ട, അല്ലെങ്കിൽ അവൻ തോന്നുമ്പോ കഴുത്തിന് കത്തി വെച്ചെന്ന് വരും. പിന്നെ ഒരു കാര്യം സാറേ, ഞങ്ങൾ ഞങ്ങളുടെ മോളെ വളർത്തിയിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മകന് കൊടുത്ത അതേ സ്നേഹത്തോടെയാ. ഞങ്ങളും നിങ്ങളും ഒക്കെ സ്വന്തം മക്കളെ നല്ല രീതിയിൽ തന്നെയാ വളർത്തിയിരിക്കുന്നത്. എന്നിട്ടും മകന്റെ കല്യാണത്തിന് വേണ്ടി സ്ത്രീധനം വാങ്ങണമെന്ന് എവിടെ നിന്ന് പഠിച്ചതാ? ഇതുപോലെ സ്ത്രീധനം കൊടുത്തു വരുന്ന പെൺമക്കളുണ്ടല്ലോ, അവരൊക്കെ അവസാനം അമ്മായി അമ്മമാർക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കില്ല. ഇതിരി കടന്നുപോയി ജാനകി. ഞങ്ങൾ ഇവിടെ അപമാനിക്കപ്പെടാൻ വേണ്ടിയല്ല വന്നത്. ചേട്ടാ, അത്യാവശ്യം കൊടുക്കൽ വാങ്ങലൊക്കെ ഇവിടെ സാധാരണ നടക്കുന്ന കാര്യങ്ങളല്ലേ. നിങ്ങളുടെ ഭർത്താവിന്റെ ഈ അനിയനുണ്ടല്ലോ, ഇയാള് നിങ്ങളുടെ മോളെ ജീവിതകാലം മുഴുവൻ തളച്ചിടുകയുള്ളൂ. നോക്കിക്കോ. ഇനി ഇത് കേട്ടോണ്ട് ഇവിടെ നിൽക്കണമെന്നില്ല. ഒന്ന് വന്നേ. നിക്ക്. അതെ, നിക്ക്, നമുക്കൊന്ന് സംസാരിക്കാനേ. അയ്യോ, എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. അനിയ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാ. പക്ഷെ നാടിനും നാട്ടുകാർക്കും അനുസരിച്ച് കുറച്ചൊക്കെ കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണ്ടേ? അത്യാവശ്യം കൊടുക്കലും വാങ്ങലും ഇല്ലാതെ നല്ലൊരു ചെറുക്കനെ കിട്ടും. നല്ല പയ്യനാണെങ്കിൽ ചേട്ടത്തെ അവൻ ഒരിക്കലും സ്ത്രീധനം വേണമെന്ന് പറയില്ല. നമ്മുടെ മൂത്ത മരുമകനെ നോക്ക്, അവൻ ഒരു ചില്ലി കാശ് പോലും വാങ്ങാതെയല്ലേ നമ്മുടെ മോളെ കല്യാണം കഴിച്ചത്. എന്ന് വെച്ച് ഇതുപോലെ ഒരു പയ്യനെ കിട്ടണമെങ്കിൽ റിയയ്ക്ക് അടുത്ത ജന്മം വരെ കാത്തു നിൽക്കേണ്ടി വരും. എന്ന് വെച്ചാ ഏതെങ്കിലും ഒരു ഗുണ്ട കട്ടും മോട്ടിച്ചും കൊണ്ടുവരുന്ന കാശ് വാങ്ങി അവരെ വായിൽ വെച്ചു കൊടുത്ത് കല്യാണം നടത്തണമെന്നാണോ? അങ്ങനെ ഇവൻ കൊണ്ടുവരുന്ന കാശ് കൊണ്ട് നമ്മുടെ മോള് സുഖമായിട്ട് കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? കാരണം അത് ആരുടെയൊക്കെ ചോര വീണ കാശാണെന്ന് ആർക്കറിയാം? പിന്നെ സത്യത്തിൽ ചേട്ടത്തി, റിയ എന്റെ മോളെ പോലെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നിങ്ങളുടെ കൺമുന്നിൽ ഞാനിങ്ങനെ കെട്ടാച്ചെറുക്കായിട്ട് നിന്ന് പോണമെന്നാണ്. ശരിക്കും നിങ്ങളുടെ പ്രോബ്ലം എന്താണ് ചിറ്റപ്പ? എന്തിനാ എപ്പോഴും നിങ്ങളുടെ ആദർശത്തിന്റെ പേരിൽ എന്റെ സ്വപ്നങ്ങൾ ഇങ്ങനെ ബലി കഴിപ്പിക്കുന്നത്? എന്തിനാ എപ്പോഴും നിങ്ങളുടെ സത്യസന്ധതയുടെ ആത്മാർത്ഥത്തിനും കല്ലെടുത്ത് മുതിർന്നവരോട് കാണിക്കാനുള്ള മര്യാദ നീ മറന്നുപോയോ? മിണ്ടാതെ അവിടെ ഇരിക്കെ. അല്ലെങ്കിൽ എന്താ എന്റെ കണ്ണം തടിക്കുവോ? പറ. എന്നാലും ശരി, എനിക്ക് എന്തൊക്കെ പറയാനുണ്ടോ അതെല്ലാം ഞാനിന്ന് പറയാൻ തന്നെ ചെയ്യും. കാരണം ഇത് ആദ്യമായിട്ടൊന്നുമല്ല, 5ാമത്തെ തവണ നിങ്ങൾ കാരണം എന്റെ കല്യാണം മുടങ്ങി പോകുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, പയ്യന്റെ വീട്ടുകാർ വരുന്ന സമയത്ത് ഇങ്ങനെ ഇവിടെ കയറ്റരുതെന്ന്. പക്ഷെ നിങ്ങൾക്കാണെങ്കിൽ എപ്പോഴും എനിക്ക് ഇങ്ങനത്തെ അനുഗ്രഹം മേടിച്ചു തന്നല്ലേ പറ്റൂ. പോരെ, ഇപ്പൊ കിട്ടിയില്ലേ അനുഗ്രഹമൊക്കെ? ഈ വീട്ടിൽ ഇങ്ങനെ പ്രേതത്തെ കണക്ക് ജീവിക്കുന്നതിനെക്കാളും എങ്ങോട്ട്
ഏയ്, റിയ, മോളെ, റിയ, റിയ, റിയ. റിയ. പക്ഷെ ചേട്ടത്തി, ഈ ബൈക്ക് വണ്ടി നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ശരിക്കും ഉറപ്പുവരുത്തിക്കോ. ഇതിപ്പം വാങ്ങിയത് കാശ് കൊടുത്തിട്ടാണോ അതോ കത്തി കാണിച്ചിട്ടാണോ എന്ന്. അങ്ങനെ ഇവൻ കൊണ്ടുവരുന്ന കാശ് കൊണ്ട് നമ്മുടെ മോള് സുഖമായിട്ട് കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? കാരണം അത് ആരുടെയൊക്കെ ചോര വീണ കാശാണെന്ന് ആർക്കറിയാം? എന്റെ പാദസരം എവിടെയോ കളഞ്ഞുപോയി. ഞാൻ വണ്ടിയിലിരുന്നപ്പോ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കാണുന്നില്ല. നീ കണ്ടായിരുന്നോ? അത് ഞാൻ തീയിലിട്ടിരിക്കാം. ഈ മണ്ടൻ ബ്രഹ്മചാരി ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ നല്ല രസമുണ്ട്. ഹായ്. അല്ല, ഈ നാണമില്ലാത്ത മഹാബ്രഹ്മചാരിയുടെ അനുവാദം ഉണ്ടെങ്കിൽ ഞാൻ ഈ കൂടാരത്തിൽ ചെന്ന് വസ്ത്രം ഒന്ന് മാറിക്കോട്ടെ. ആയിരങ്ങളുടെയും ലക്ഷങ്ങളുടെയും നടുവിൽ ഒരിക്കലും ആരെയും കണ്ട് ഹൃദയം പിടഞ്ഞിട്ടില്ല. പക്ഷേ നിന്നെ കണ്ടപ്പോ ഇതിനെന്താ സംഭവിക്കുന്നെന്ന് അറിയുന്നില്ല. ഇതെന്തിനാ നിന്റെ പുറകെ പായുന്നെന്നും അറിയില്ല. അതുപോലെ നീയോ എന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറന്ന് എന്റെ അനുവാദം ഇല്ലാതെ പടികൾ ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്റെ മുഖത്തുണ്ടായിരുന്ന ദേഷ്യത്തിന്റെ പിന്നിലെ സ്നേഹം നീ കണ്ടെന്നാണോ? അനുഭവിക്കുക അനുഭവിച്ചെന്നാണോ? അനുഭവിച്ചെന്നാണോ?